ഹലോ, ടിപ്സ് ആൻഡ് ട്രയൽസിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കൂൺ തോരനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പാവക്കൂൺ എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. ഇത് പറിച്ച് ഞാൻ കാണിച്ചു തരാം. സാധാരണ ഇടിയും മഴയൊക്കെ ഉള്ളപ്പോഴാണ് കൂണ് കണ്ടുവരുന്നത്. ഒരു കൂൺ ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫുൾ സ്റ്റെമ്മോട് കൂടി പറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റെമ്മും കറി വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 2 കൂണും ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ വൃത്തിയാക്കി കറി വെക്കാമെന്ന് നോക്കാം. നമുക്ക് കൂണ് ഒരുക്കിയെടുക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് നമ്മളൊരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്ത് അതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ വൃത്തിയാക്കി എടുക്കുന്ന കൂണ് ഈ വെള്ളത്തിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം കൂണിൻ്റെ അകത്ത് എന്തെങ്കിലും ചെളിയോ എന്തെങ്കിലും അണുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കൂണിൻ്റെ കുട സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കൂണിൻ്റെ മുകൾ ഭാഗത്തിനാണ് കുട എന്ന് പറയുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും മുകൾ ഭാഗം വെടിയിച്ചെടുക്കുക. ഈ കൂണിൻ്റെ മുകളിലെ ബ്രൗൺ കളേർഡ് ആയിട്ടുള്ളൊരു പാടയുണ്ട്. അത് നമ്മൾ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റിക്കളയണം. അതിൻ്റെ ഒട്ടും വെച്ചേക്കരുത്, അത് നമുക്ക് ആവശ്യമില്ല. കൂണിൻ്റെ ആ വെള്ള ഭാഗം മാത്രമേ നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ആ മുകളിലത്തെ പാട മാറ്റിയതിന് ശേഷം കൂണിൻ്റെ ചെറിയ ഇതളുകളാക്കി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ടിടുക. അങ്ങനെ എല്ലാം നമ്മൾ വൃത്തിയാക്കി എടുക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. കൂണിൻ്റെ മുകൾ ഭാഗം എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൂണിൻ്റെ സ്റ്റെം ആണ് വൃത്തിയാക്കേണ്ടത്. കൂണിൻ്റെ സ്റ്റെം വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ മണ്ണൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ അതിൻ്റെ ആ ലെയർ അങ്ങ് ചീവി കളയുമ്പോഴത്തേനും അത് ഫുള്ളായിട്ട് പൊക്കോളും. അതുകൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. മണ്ണെല്ലാം കളഞ്ഞ ശേഷം നമ്മൾ കൂണിൻ്റെ സ്റ്റെമ്മ് ചെറുതായിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന കൂണിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ കൂടെ അരിഞ്ഞ് ആ വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കൂൺ ഫുള്ളായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് അരമണിക്കൂർ ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കും. അതിനുശേഷം നമുക്കിത് കഴുകി വാരി എടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് കഴുകി വാരി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. കൂണ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമേ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് റൗണ്ടിൽ വട്ടത്തിൽ കണ്ടിച്ചത് ഇട്ട് കൊടുക്കുക. തേങ്ങ അത് 1 കപ്പോളം ഇട്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. ഇനി നമുക്കിത് കൂണ് വേവിച്ചെടുക്കാനായിട്ട് വെക്കാം. നമ്മളൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ചെയ്തിരിക്കുന്ന കൂണ് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതിന് ഒട്ടും എണ്ണ ഉപയോഗിക്കുന്നില്ല, ഒരെണ്ണയും ഉപയോഗിക്കുന്നില്ല. കൂണ് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം.
നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്ക് കൂണിൻ്റെ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വേവ് കൂണിനില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൂണിവിടെ വെന്തിട്ടുണ്ട്. കൂണിൻ്റെ അകത്തെ വെള്ളവും ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇനിയുള്ള വെള്ളം നമുക്ക് മൂടി വയ്ക്കാതെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്താൽ മതി. കൂണ് അധികം വേവില്ലാത്തതും കൊണ്ട് ഒരുപാട് സമയം വെക്കണ്ട. ഇപ്പോൾ കൂണിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇത്രയും സമയം തന്നെ എടുക്കത്തില്ല. നമ്മുടെ കൂൺ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.